ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു മസാലച്ചോറ് തയ്യാറാക്കിയാൽ ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില ഇതൊക്കെ ചേർത്ത് ഒന്ന് ചതക്കിയെടുത്ത ശേഷം കുറച്ച് എണ്ണയിൽ വാട്ടിയെടുക്കുക. 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുറിച്ചിട്ട ഉള്ളി, തക്കാളി, അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. അതിനുശേഷം അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ അരി, ഞാൻ ഈ കാണുന്ന ഗ്ലാസ്സിലാണ് അരി എടുത്തത്. 1 ഗ്ലാസ് നിറച്ച് അരി എടുത്തു. അതേ ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളം നമ്മൾ അതേ കൂട്ടിലേക്ക് തന്നെ ഒഴിക്കുന്നു. എന്നിട്ട് അത് നന്നായി തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് അരി ഇടാൻ പാടുള്ളൂ. അരിയിട്ട ശേഷം എന്ത് ചെയ്യണം, അത് ചെറു തീയിലാക്കി വെക്കണം. ശേഷം നന്നായി മൂടി വെച്ച് ഒരു 5-7 മിനിറ്റ് അത് വേവിച്ചെടുക്കണം. അത് നന്നായി പാകപ്പെട്ട് വെന്ത് വരും. ആ വെന്തതിന് ശേഷം നമ്മൾ 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കുന്നു. ശേഷം അത് നന്നായി അമർത്തി വെക്കുന്നു. പിന്നീട് നമുക്കത് ഉപയോഗിക്കാം. അസ്സൽ ചോറ്